നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കളം നിറഞ്ഞ് ഇപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളിലാണ്. BJP ആണോ, CPM ആണോ, കോൺഗ്രസ് ആണോ എന്നൊക്കെ ആൾക്കാർ സംസാരിച്ചു തുടങ്ങുന്ന ആദ്യഘട്ടമാണിത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കാൾ കൂടുതൽ BJP കൂടുതൽ സ്ഥാനാർത്ഥികളെ രംഗത്തെത്തുന്നു, പലതരത്തിലുള്ള സ്ഥാനാർത്ഥികൾ എത്തുന്നു, കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇടതും വലതുമൊക്കെ ഉണ്ടായിരുന്നിടത്താണ് BJP കൃത്യമായി കളം പിടിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. നേരത്തെയൊക്കെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ട് BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലത്തിൽ തന്നെ 5-ലേറെ സ്ഥാനാർത്ഥികൾ വേണമെങ്കിൽ പല സ്ഥലങ്ങളിലും കണ്ടെത്താൻ കഴിയും. അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്, പാർട്ടി ഗ്രാമങ്ങൾ പോലെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കണ്ണൂരിൽ 6 സ്ഥലത്ത് ഇപ്പോ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയുമില്ല. അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നാണ് സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അത്തരമൊരവസ്ഥയിലായിരുന്നു കേരളത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയും ഉപരോധം സൃഷ്ടിക്കുക, രാഷ്ട്രീയം പറയുന്നവരെ, മറ്റ് രാഷ്ട്രീയ എതിരാളികളെ ഉപരോധിച്ചുകൊണ്ട് അവർക്ക് ഉള്ള അവസരങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം CPM മുന്നോട്ട് പോയിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനാധിപത്യത്തിൽ പോലും അത് പ്രകടമാണ്. ഇനി അതുമാത്രമല്ല, ഏത് രംഗത്തും, പത്രപ്രവർത്തന രംഗത്താണെങ്കിലും ബിസിനസ് രംഗത്താണെങ്കിലും ഏത് തരത്തിലും BJPക്ക് അനുകൂലമായി ആരെങ്കിലും സംസാരിച്ചാൽ അവരെയൊക്കെ ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലുള്ള ശേഷി നേരത്തെ CPMനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് BJPയുടെ മുന്നോട്ടുള്ള കുതിപ്പ് എന്ന് നമുക്ക് അറിയാം. അവസരവാദികളാണെങ്കിലും അവസരവാദത്തിനോ അല്ലെങ്കിൽ BJP അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് BJPയിലേക്ക് വരുന്നവരുടെ എണ്ണം നിരവധി പേർ കൂടിയിട്ടുണ്ട്. ഭാഗ്യാന്വേഷികളായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരൊക്കെ BJPയിലേക്ക് എത്തുന്നുണ്ട്. അത് BJPയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വരും കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാനും കഴിയും. കാരണം ഈ അവസരവാദ രാഷ്ട്രീയവുമായി വന്ന ആൾക്കാർക്ക് BJPയിൽ എത്രമാത്രം നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ കാലാകാലങ്ങളെ BJPയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് കാലാകാലങ്ങളായി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമാണ് ഈ സംഘടന എന്ന് കരുതുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നിരയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവിടെ തന്നെ തുടർന്നു പോയിരുന്നവരാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു തളർച്ചയുമില്ലാതെ നാൾക്ക് നാൾ മുന്നോട്ട് പോകാൻ കഴിയുന്നതെന്ന് നമുക്കറിയുന്ന കാര്യവുമാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇപ്പോൾ BJPയിലേക്ക് ഭാഗ്യാന്വേഷികളായ നിരവധി പേർ വരുന്നുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിരവധി പേർ വരണം, താനും പല രീതിയിലുള്ള ആൾക്കാർ വരണം. പക്ഷെ അതിനെ മാനേജ് ചെയ്യാൻ, അതിനെ ഏത് രീതിയിലാണ് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള നേതാക്കന്മാരും ഉണ്ടാകണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന എത്ര നേതാക്കന്മാരുണ്ട് എന്നുള്ളതൊക്കെ വേറെ മറ്റു കാര്യങ്ങൾ. അതൊക്കെ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ അതിനുള്ള സമയമല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ, തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരത്തിന്റെ വികസനം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അത് ഒട്ടൊക്കെ ശരിയുമാണ്. നമുക്കറിയാം, ഇത്രയും വർഷം BJP ഭരിച്ചിരുന്ന ഗുജറാത്ത് അടക്കമുള്ളവ, ഗുജറാത്തിൽ പോയി കണ്ടിട്ടുള്ള, ഗുജറാത്ത് കണ്ടിട്ടുള്ള ആരും ഗുജറാത്തിനെ കുറ്റം പറയില്ല. ഗുജറാത്ത് കാണാൻ പോയ ഷിബു ബേബി ജോണും അബ്ദുള്ള കുട്ടിയുമൊക്കെ ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞതോടുകൂടിയാണ് പലപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടുകയും അബ്ദുള്ള കുട്ടി പുറത്താവുകയും ഷിബു ബേബി ജോൺ പിന്നെ പുറത്താകാനുള്ള അവസ്ഥയില്ലല്ലോ, സ്വന്തം പാർട്ടി ആയതുകൊണ്ട് ആ പ്രശ്നമില്ലാത്തത് കൊണ്ട് നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. എങ്കിലും കല്ലേറേറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഒരു മാധ്യമപ്രവർത്തക, ഇടതുപക്ഷത്തെ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക ഒരിക്കൽ ഗുജറാത്തിൽ പോയിട്ട് വന്ന് എന്നോട് വളരെ കൃത്യമായി പറഞ്ഞു, ഗുജറാത്ത് കണ്ടാൽ സത്യത്തിൽ ഇവരാരും ഗുജറാത്തിനെ കുറിച്ച് പറയുന്നതിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേന്ദ്രം BJP ഭരിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നാൽ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന പദ്ധതികൾ, ആ പദ്ധതികളുടെ ഗുണം താഴെ തട്ടിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ വാർഡടക്കം, ഓരോരുത്തരുടെയും വാർഡടക്കം BJPയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, BJPയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഇടനിലക്കാരും, അതായത് ഇടനിലക്കാരെന്ന് പറയുന്നത് സർക്കാരാണ്, കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് മുഴുവൻ കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പേര് മാറ്റി പല വികസനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ, അവർ വാർത്ത വായിക്കുന്നവരാണല്ലോ. കൈരളിയും ദേശാഭിമാനിയും മാത്രമല്ല, ഇവരുടെ ഈ ഗിമ്മിക്കുകളിൽ വീണു പോകാത്ത ജനങ്ങളുള്ളതാണ് BJPയുടെ വിജയമെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുമ്പോൾ, മുന്നോട്ട് കുതിക്കുകയാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ 6 മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവർ 6 സ്ഥലങ്ങളിലെ ഏകപക്ഷീയമായി വിജയിച്ചിരിക്കുന്നുവെന്ന്. അത് വലിയ കുതിപ്പ് തുടങ്ങിയെന്നാണ് പലപ്പോഴും അത് സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്നത്. എന്നാൽ കുതിപ്പല്ല, അത് കിതപ്പാണ്. കാരണം കഴിഞ്ഞ തവണ 12 സീറ്റ് ഉണ്ടായിരുന്നിടത്തു നിന്നും 50% കുറഞ്ഞ 6 സ്ഥലത്ത് മാത്രമേ. അപ്പോൾ ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്നാൽ ഈ 6 കൂടി പോയാൽ കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള ജനാധിപത്യം പുലരാനുള്ള സംവിധാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉള്ള ജനാധിപത്യമല്ല, ഏകാധിപത്യം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് എത്തി പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ എത്രമാത്രം കൃത്യമായും എത്രമാത്രം കൃത്യതയോടുമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP സജീവമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കാരേക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളുമായി മുന്നോട്ട് പോകുന്നവരാണ് BJPക്കാർ എന്ന് നമുക്കറിയാം. അത് മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതുമാണ്. കേരളത്തിൽ അല്പം ബുദ്ധിമുട്ടായിരുന്നു, കാരണം കേരളത്തിൽ അത്രയേറെ ഒരു സംവിധാനത്തിലേക്ക് BJP എത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് 20% വോട്ടിലേക്ക് എത്തിയാൽ ഇനി ഭരണത്തിലേക്ക് എത്താൻ എളുപ്പമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ BJPക്ക് പ്രധാനമന്ത്രി വരുന്നു, BJPയുടെ പ്രചരണം പ്രവർത്തനങ്ങളെല്ലാം നന്നായി നടന്ന് അവർ വിജയത്തിലേക്ക് എത്തിയാൽ തീർച്ചയായും പ്രധാനമന്ത്രി വന്ന് ഒരു കോർപ്പറേഷന്റെ പദ്ധതികൾ, തിരുവനന്തപുരത്തെ നഗരസഭ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ, ആ കോർപ്പറേഷന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കാനും പ്രധാനമന്ത്രി വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു സൂചകമായി കണ്ടുകൊണ്ട് കേരളത്തിലുടനീളം വികസനം ഉണ്ടാകും, കേരളത്തിന്റെ ഗതി തന്നെ മാറാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ നല്ലൊരു ഓപ്ഷനായി കണ്ടുകൊണ്ട് BJPയിലേക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള സാധ്യതകളും നമ്മൾ കാണുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് മുനിസിപ്പാലിറ്റിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്, കൊച്ചി, അതുപോലെ പല സ്ഥലങ്ങളിലും ഒന്നിലേറെ നമുക്കറിയാം, നേരത്തെ സീറ്റില്ലാത്തിടത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഒന്നിലേറെ കോർപ്പറേഷനുകളും അതുപോലെ തന്നെ നിരവധി മുനിസിപ്പാലിറ്റികളും ഒക്കെ BJPക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തതിന്റെ ഇരട്ടിയിലധികം വിജയം ആഘോഷിക്കാൻ BJPക്ക് കഴിയാനുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇപ്പൊ സ്ഥാനാർത്ഥികളുടെ കാര്യം നോക്കിയാൽ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും നോക്കിയാൽ തിരുവനന്തപുരത്ത് നമുക്കറിയാം കേരളത്തിന്റെ DGP ആയിരുന്ന IPS ഓഫീസറെ തന്നെയാണ് ഇപ്പോ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാഷണൽ അത്ലറ്റ് ആയിരുന്ന പത്മിനി തോമസ് സ്പോർട്സ് കൌൺസിലിന്റെ ചെയർമാൻ കൂടിയായിരുന്നു. അങ്ങനെ നിരവധി പേർ അത്തരത്തിൽ, അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ ഉള്ള പെൺകുട്ടികൾ അടക്കമുള്ളവർ, അങ്ങനെ ഓരോ മേഖലയിലും പ്രശസ്തരായ ഫോട്ടോഗ്രാഫർമാർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ ഓരോ മേഖലയിലുമുള്ള ആൾക്കാരെ രംഗത്തിറക്കിക്കൊണ്ട് BJP ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാം തിരുവനന്തപുരത്ത് നിരവധി സ്ഥാനാർത്ഥി, നമുക്കറിയാം പഴയ കാലത്തുണ്ടായിരുന്ന പ്രവർത്തകരടക്കം, അശോക് കുമാർ സാർ, അദ്ദേഹം അധ്യാപകനാണ്, അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം നേരത്തെ പല തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ച ഒരാളാണ്. അങ്ങനെ പഴയ കാലം മുതലുള്ള പ്രവർത്തകനാണ് സിമി ജ്യോതിഷ്, കരമന അജിത്ത്, SKP രമേശ്, അങ്ങനെ നിരവധി പ്രമുഖരായ ആൾക്കാർ, VV രാജേഷ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. അങ്ങനത്തെ നിരവധി പേർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്നു എന്നുള്ളത് BJP എത്രത്തോളം ഗൌരവത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും കാണുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു കൃത്യമായ വികസനം സാധ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വീട് വെക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം. അടിത്തറ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ മുമ്പോട്ട് നമുക്ക് പോകാൻ കഴിയൂ. അതുപോലെ അടിത്തറ സ്ട്രോങ് ആക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസനം പൂർണ്ണമായ അർത്ഥത്തിൽ കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നതാകണമെങ്കിൽ നമ്മുടെ വാർഡുകളും നമ്മുടെ പഞ്ചായത്തുകളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇടനിലക്കാരില്ലാതെ പദ്ധതികൾ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള നിങ്ങൾക്കുള്ള ഏറ്റവും സുവർണ്ണ അവസരമായി കണ്ടുകൊണ്ടാണ് എല്ലാവരും വോട്ട് വിനിയോഗിക്കുമെന്ന് BJP കരുതുന്നതും.